शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये. അത്യുത്തര കേരളത്തിലെ പ്രസിദ്ധവും പൗരാണിക പ്രമുഖവുമായ ആരാധനാലയമാണ് ഉദുമ അച്ചേരിയിലെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. കീക്കാങ്കോട്ട് തന്ത്രി കുടുംബത്തിന്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം. ഒട്ടേറെ ഭൂസ്വത്തുക്കളും വരുമാനവും ഉണ്ടായിരുന്ന ഈ തന്ത്രി കുടുംബത്തിന്റെ വസ്തുവകകളെല്ലാം കാലാന്തരത്തിൽ അന്യാധീനപ്പെട്ടു പോവുകയും വരുമാനങ്ങൾ ഒന്നും ഇല്ലാതാവുകയും ചെയ്തു. ഈയൊരു സാഹചര്യത്തിൽ ക്ഷേത്രം സർക്കാരിന് കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നു ചേർന്നു. തന്ത്രി കുടുംബത്തെ പാരമ്പര്യ ട്രസ്റ്റിയായി നിയമിച്ചുകൊണ്ടുള്ള ട്രസ്റ്റി ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം. കീക്കാങ്കോട്ട് താന്ത്രിക കുടുംബത്തിൻ്റെ അധീനയിലായിരുന്നു ഈ ക്ഷേത്രം, അച്ചേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. 1967 ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടിയിട്ട് 600 ഏക്കറോളം ഭൂസ്വത്തുണ്ടായിരുന്ന ക്ഷേത്രം വരുമാനമില്ലാതെ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അതിനുശേഷം നാട്ടുകാരൊക്കെ ഒത്തുചേർന്നുകൊണ്ട് എല്ലാ വർഷവും ഉത്സവാദി കാര്യങ്ങളൊക്കെ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഉള്ളത്. തുച്ഛമായ വരുമാനമുള്ള ഈ ക്ഷേത്രം കൂടുതൽ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ക്ഷേത്ര വിശ്വാസവും അതുപോലെ തന്നെ മറ്റ് ആചാരാനുഷ്ഠാനങ്ങളും മുറിയെ പഠിക്കുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് പോവുകയാണ്. പല വിശേഷാൽ പരിപാടികളും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ എല്ലാ വർഷവും വിശേഷ പരിപാടികൾ നടത്തിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ പേരും പ്രസിദ്ധിയും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. കഴിഞ്ഞ 18 വർഷത്തിന് ശേഷം ഈ അടുത്തായി നടന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവ വളരെ ഭംഗിയായിട്ട് നടക്കുകയുണ്ടായി. അതിൻ്റെ വിപുലമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് നാട്ടിലെയും പുറനാട്ടിലെയും ഭക്തജനങ്ങൾ ഒത്തുകൂടിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യകാലത്ത് ഈ ക്ഷേത്രം നിലനിന്നത് കുറച്ച് വടക്ക് ഭാഗത്തായിട്ട്, അതായത് ഇന്നത്തെ റെയിൽ പോകുന്ന സ്ഥലത്ത് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കൊന്നും അറിയില്ല, നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ അവിടെയായിരുന്നു. അപ്പോൾ ആ റെയിൽ അവിടെ വരുന്ന സമയത്താണ് ക്ഷേത്രം ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ആചാര്യ മന്ത്രശാല എന്നാണ്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി കുടുംബവും ഒക്കെ നിവസിച്ചിരുന്ന ഒരു സ്ഥലം വാഴുന്നോർ ഇല്ലം എന്നാണ് ഇവിടുത്തെ ഇതുവരെ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്ന AP ശ്രീധരടിക, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഇതുപോലുള്ള ആൾക്കാർ താമസിച്ചിരുന്ന ആ വീടിന് വാഴുന്നോർ ഇല്ലം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവരുടെ ആചാര്യന്മാരുടെ സ്ഥാനം, അവരുടെ തറവാട്ട് സ്ഥലം എന്നൊക്കെ പറയുന്ന ആചാര്യ മന്ത്രശാല എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്. അത് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ്. ആ ആചാര്യ മന്ത്രശാല എന്നറിയപ്പെടുന്ന അത് ലോപിച്ചാണ് ഈ സ്ഥലത്തിന് അച്ചേരി എന്ന്, ആചാര്യ സ്ഥാനം എന്നുള്ളത് ലോപിച്ചാണ് ഈ സ്ഥലത്തിന് അച്ചേരി എന്ന് പേര് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ വിശേഷ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനുമായി ബന്ധമുള്ള മറ്റൊരു സ്ഥലം നമ്മുടെ ഇന്നത്തെ റെയിൽ പോകുന്നതിന് തൊട്ട് വടക്ക് വശത്തായിട്ടുണ്ട്. പൊട്ടിയമ്മക്കാവ് നാഗാലയം എന്ന് പറയുന്ന സ്ഥലം കൂടി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയും ഇതുപോലെ വർഷത്തിലൊരു പ്രാവശ്യം കുംഭമാസത്തിലെ ആയില്യ നാളിൽ അവിടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ആയില്യ പൂജ നടക്കുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഒട്ടേറെ ഭക്തജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണിത്. തികച്ചും നമ്മുടെ ഹൈന്ദവമായ ആചാര അനുഷ്ഠാനങ്ങളെ ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസങ്ങളും ആചാര പ്രമാണങ്ങളും ഒക്കെ തന്നെ മുന്നിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവാദി കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ നടത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. നോമ്പിൽ പുഴയുടെ തീരത്ത് നിൽക്കുന്ന പുണ്യപുരാതന ക്ഷേത്രം. നോമ്പിൽ പുഴയുടെ തീരത്ത് നിൽക്കുന്ന പുണ്യപുരാതന ക്ഷേത്രം. അച്ചേരി നാടിൻ ഐശ്വര്യമേകുന്ന ശ്രീവിഷ്ണു വാഴുന്ന ക്ഷേത്രം. ശ്രീവിഷ്ണു വാഴുന്ന ക്ഷേത്രം. കുംഭമാസം 21-ാം തീയതിയാണ് എല്ലാ വർഷവും ക്ഷേത്രത്തിലെ ഉത്സവം. രാവിലെ 108 തേങ്ങ കൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം എല്ലാ വർഷവും അന്നദാനത്തോടുകൂടി രാത്രി തടമ്പ് നൃത്തത്തോടുകൂടി അവസാനിക്കുന്നു. അതുപോലെ തന്നെ കന്നിമാസത്തിൽ പുത്തരി എല്ലാ വർഷവും അതിഗംഭീരമായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകിക്കൊണ്ടുള്ള പുത്തരി നടന്നു വരുന്നുണ്ട്. വൈശാഖ മാസ ഭജന കാലങ്ങളായി തുടർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും ക്ഷേത്രത്തിൽ ഭജന നടന്നു വരികയാണ്. കലശോത്സവം ഈ ഏപ്രിൽ 2-ാം തീയതി കഴിഞ്ഞതുകൊണ്ട് മീനമാസം 19-ാം തീയതിയാണ് പ്രതിഷ്ഠാദിനം. ക്ഷേത്രത്തിന്റെയും ഉത്സവാദികളുടെയും സുഗമമായ നടത്തിപ്പിനായി ഒരു ക്ഷേത്ര സംരക്ഷണ സമിതിയും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. അമ്പലത്തിന് നല്ലൊരു UI കമ്മിറ്റിയും കൂടിയുണ്ട്. അതിൻ്റെ ഒരു ഭാരവാഹിയും കൂടിയാണ് ഞാൻ. വർഷങ്ങളായിട്ട് ഏകദേശം 10-30 വർഷത്തിന് മേലെയുള്ള ഒരു UI കമ്മിറ്റി ഉണ്ട്. നാളിതുവരെ അമ്പലത്തിന് നടത്തുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും UI കമ്മിറ്റിക്ക് നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന ഈ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും നല്ലൊരു പ്രവർത്തനം തന്നെ UI കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നല്ലാതെ തന്നെ ഒരു നവീകരണ കമ്മിറ്റി ദുബൈയിൽ രൂപീകരിക്കാൻ ഇടയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതായത് 2024 നവംബർ മാസം നമ്മുടെ വാവുന്നോറ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതായിരുന്നു നമ്മുടെ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം. അത് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വാവുന്നോറെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിലൊരു ഊർജം തരാൻ ഉണ്ടായി. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരെ അനുഗ്രഹം എല്ലാം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൂടെ തന്നെ നമ്മുടെ അതായത് പുറത്തു നിന്നുള്ള കുറച്ചൊരു നവീകരണ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കമ്മിറ്റി നമ്മൾ ദുബായിൽ ഫോം ചെയ്തിരുന്നു. അതിൻ്റെ ചെയർമാൻ ശ്രീ മുരളീധരൻ നായർ നാരന്തട്ട, മുഖ്യ രക്ഷാധികാരി ശ്രീ വേങ്ങയിൽ നാരായണൻ നായർ, അതിൻ്റെ ഫൈനാൻസ് കൺവീനർ ശ്രീ വിജയൻ ചാത്തങ്കൈ, അതിൻ്റെ വർക്കിംഗ് ജനറൽ കൺവീനർ ശ്രീ രഞ്ജിത്ത് കോടോത്ത്, കൂടാതെ പബ്ലിസിറ്റി കൺവീനർ ശ്രീ ശിവകുമാർ മുളച്ചേരി, പിന്നെ ബാക്കി അച്ചേരി
UAE കമ്മിറ്റിയുടെ പ്രധാനവാദിത്വം വഹിക്കുന്ന ബാക്കി കുറേ കമ്മിറ്റി, പഴയ കമ്മിറ്റി, അതിൻ്റെ ഭാരവാഹികളെല്ലാവരും, അതായത് UAE കമ്മിറ്റിയുടെ, അതായത് ഈ നവീകരണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ പഴയ കമ്മിറ്റീനെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും നല്ലൊരു പങ്ക് തന്നെ ആ കമ്മിറ്റി വഹിച്ചിട്ടുണ്ട് ഈ നവീകരണ പ്രവർത്തനമായിട്ട്. കണ്ണായൻ മനമിക അലപായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലപായുതേ കണ്ണായൻ മനമിക അലപായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലപായുതേ കണ്ണായൻ മനമിക അലപായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലപായുതേ കണ്ണായൻ മനമിക അലപായുതേ ഉന്നാനന്ദ മോഹന. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട്. അതിന് പുറമെ മാതൃസമിതിയുണ്ട്. മാതൃസമിതിയുടെ വലിയൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്ന ബ്രഹ്മകലശോത്സവത്തിൻ്റെ വിജയത്തിന് ഒരു ഏറ്റവും നല്ല കാരണമായത് കൂടി പറയാം. അവരുടെ നല്ല ഊർജ്ജസ്വലമായ പ്രവർത്തനമാണ്. നാടിൻ്റെ നാനാഭാഗത്തേക്ക് അവർ പോയിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയും ഈ കാര്യങ്ങൾ ബ്രഹ്മകലശോത്സവത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വലിയ ജനാവലിയാണ് മാർച്ച് 28 മുതൽ ഏപ്രിൽ 5 വരെ നടന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് സാക്ഷ്യം വഹിച്ചത്. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ക്ഷേത്ര ട്രസ്റ്റി എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ ട്രസ്റ്റിയും 4 പാരമ്പര്യേതര ട്രസ്റ്റിമാരുമാണുള്ളത്. പാരമ്പര്യ ട്രസ്റ്റി അംഗമാണ് ഇപ്പോൾ നിലവിലുള്ള അച്ചേരി മഹാവിഷ്ണു ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ. ആ ട്രസ്റ്റി ബോർഡിൽ മറ്റുള്ള പാരമ്പര്യേതര ട്രസ്റ്റി 4 പേരാണ്. ഒന്ന് ഞാൻ തന്നെയാണ്, ഭാസ്കരൻ VV നീലാംബരി. രണ്ടാമത്തത് പുഷ്പലത T. മൂന്നാമത്തെ രവി. നാലാമത്തെ രാമകൃഷ്ണൻ P എന്നിവരാണുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ക്ഷേത്ര ട്രസ്റ്റി ബോർഡ്. ക്ഷേത്ര ട്രസ്റ്റി ബോർഡാണ് ഭരണം നിർവഹിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ക്ഷേത്ര സംരക്ഷണ സമിതി, നാട്ടുകാർ അടങ്ങിയ ക്ഷേത്ര സംരക്ഷണ സമിതിയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് K. കൃഷ്ണൻ നേരത്തെ സംസാരിച്ചു. അതിൻ്റെ ജനറൽ സെക്രട്ടറി കരുണാകരൻ M. പിന്നീട് അതിൻ്റെ ട്രഷറർ അനീഷ് ബിർമിയാണ്. അതുപോലെ തന്നെ ഇതിന് നവീകരണ ബ്രഹ്മകലശോത്സവത്തിൻ്റെ 3 പേരാണ് ഉണ്ടായത്. പ്രധാനപ്പെട്ട 3 അംഗങ്ങളാണ് ഉണ്ടായത്. അതിൽ ഒന്ന് ചെയർമാൻ ശ്രീ BN നാരായണൻ, അതിൻ്റെ കൺവീനർ, ജനറൽ കൺവീനർ എന്ന് പറയുന്നത് ശ്രീ ഗംഗാധരൻ, അതിൻ്റെ ട്രഷറർ മധു KG ആണ്. പിന്നീട് ബാക്കി ഈ കാര്യങ്ങളെല്ലാം വളരെയധികം ഭക്ത്യാദരപൂർവ്വം നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചതിൽ വളരെ ചൈതന്യമുണ്ട്. ഇനിയും 2007 നേരത്തെ കലശോത്സവം ഉണ്ടായിരുന്നത്. ആ കലശോത്സവ സമയത്ത് UAE കമ്മിറ്റിയാണ് അഗ്രശാല സമർപ്പിച്ചത്. ഈ ബ്രഹ്മകലശോത്സവം അതിനുശേഷം 2007 ശേഷം 2026 കലശോത്സവം നടന്നത്. ഇപ്പോൾ നടന്ന് കഴിഞ്ഞ് 2 ദിവസം മാത്രമേ ആയുള്ളൂ. വളരെയധികം ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനിയും കൂടുതൽ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. श्रीराम राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यम्. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശാന്തസ്വരൂപനായ വിഷ്ണു ഭഗവാൻ ഭക്തരുടെ ദുരിതങ്ങൾ നീക്കി ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. सकलं परस्मै नारायणायेति समर्पयामि. ദിവസേന 6 മണിക്ക് നമുക്ക് ഇവിടെ നട തുറക്കും. അതിനുശേഷം അഭിഷേകവും ബാക്കിയുള്ള കാര്യങ്ങളും. 8 മണിക്ക് ഉഷപൂജയും. അതിന് ശേഷം 10:30 ഉച്ചപൂജയോടെ രാവിലത്തെ
പൂജകളൊക്കെ കഴിഞ്ഞു. സാധാരണ ഉച്ചയാണ് 12-12:30 സാധാരണ ക്ഷേത്രങ്ങളിൽ നമുക്ക് ഉച്ചപൂജയാണ്. പക്ഷേ ഇത് തെക്കേ സമ്പ്രദായ പ്രകാരം 10 മണിക്കാണ് ഇവിടെ പൂജ നടക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് 6 മണിക്ക് നട തുറന്ന് 6:30 ദീപാരാധന അതോടുകൂടി 7:15 അത്താഴ പൂജയും നടന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പൂജ കഴിഞ്ഞ മാതിരിയാണ്. ഏകദേശം നമ്മൾക്ക് പ്രധാനപ്പെട്ട വഴിപാട് ദിവസപൂജയുണ്ട്. അതോടൊപ്പം നിറമാല, അലങ്കാര പൂജ ഇത്യാദികൾ വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്. എല്ലാ ഭക്തന്മാരും വിശേഷമായി വന്ന് പ്രാർത്ഥിച്ച് അവരവരുടെ ഇഷ്ടാർത്ഥങ്ങൾ സിദ്ധിച്ചിട്ട് പോകുന്നുണ്ട്. സാധാരണ നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, അതോടൊപ്പം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഐക്യമത്യത്തിന് വേണ്ടി ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി, വിവിധേന പുഷ്പാഞ്ജലികളും അതോടൊപ്പം വിവിധ വഴിപാട് പായസം ഇത്യാദി വിശേഷാൽ ഇടിച്ചു പിഴിഞ്ഞ പായസം, പാൽപ്പായസം ഇത്യാദികൾ വിശേഷാൽ നമുക്ക് നടത്തുവാനും പറ്റുന്നുണ്ട്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. ആലങ്കാരികമായ ആരുടങ്ങളും പ്രശാന്തസുന്ദരമായ അന്തരീക്ഷവും ആത്മസായുജ്യം പകരുന്ന ചടങ്ങുകളും അച്ചേരി മഹാവിഷ്ണു ക്ഷേത്രത്തെ ഭക്തരെ ആകർഷിക്കുന്ന ആത്മീയ അഭയകേന്ദ്രമായി മാറ്റുന്നു. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോപാസിതാംഗം പുണ്യോപേതം പുണ്ഡരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ശ്രീരാമ രാമ രാമേ